നമസ്കാരം, ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഫിറോസ്. പ്രധാന വാർത്തകൾ. 8 വർഷം കൊണ്ട് 3 ലക്ഷത്തിലധികം പട്ടയങ്ങൾ സംസ്ഥാനത്ത് വിതരണം ചെയ്തുവെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ. അമ്പലപ്പുഴയിൽ 34 കുടുംബങ്ങൾക്കുള്ള പട്ടയ വിതരണ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. പൊതുമേഖലാ സ്ഥാപനങ്ങൾ മത്സരക്ഷമമാക്കി ലാഭമുണ്ടാക്കുന്ന നയം വിജയത്തിലായതായി വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് അഭിപ്രായപ്പെട്ടു. KSDP 50ാം വാർഷികാഘോഷവും മെഡിമാർട്ടിന്റെയും ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പാരാലീഗൽ വോളണ്ടിയർമാർക്കുള്ള ഏകദിന പരിശീലന പരിപാടിയും ജില്ലാ നിയമസേവന അതോറിറ്റിയുടെ നിയമസേവന ക്ലിനിക്കിന്റെയും ഉദ്ഘാടനം പ്രിൻസിപ്പൽ ജില്ലാ ജഡ്ജും ജില്ലാ നിയമസേവന അതോറിറ്റി ചെയർമാനുമായ KK ബാലകൃഷ്ണൻ നിർവഹിച്ചു. ആലപ്പുഴ വനിതാ ശിശു ആശുപത്രി അങ്കണത്തിൽ നക്ഷത്രവാര പദ്ധതിക്ക് തുടക്കമായി. ഡോക്ടർ ക്ലബ് ഓഫ് ആലപ്പുഴയുടെ നേതൃത്വത്തിൽ ക്ലാസിക് റീജൻസിയുടെ സഹകരണത്തോടെയാണ് നക്ഷത്രവന പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. ജില്ലാ അസിസ്റ്റന്റ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് സുമി ജോസഫ് പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ആലപ്പുഴ ജനറൽ ആശുപത്രിയിൽ സ്തനാർബുദ പരിശോധനയ്ക്ക് തുടക്കമായി. സ്തനാർബുദം തിരിച്ചറിയാനുള്ള ഡിജിറ്റൽ മാമോഗ്രാമിന്റെ പ്രവർത്തനത്തിനും ആശുപത്രിയിൽ തുടക്കം കുറിച്ചു. അമ്പലപ്പുഴ MLA H. സലാം ഡിജിറ്റൽ മാമോഗ്രാമിന്റെ പ്രവർത്തനോദ്ഘാടനം നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. 8 വർഷം കൊണ്ട് 3.5 ലക്ഷത്തിലധികം പട്ടയങ്ങൾ സംസ്ഥാനത്ത് വിതരണം ചെയ്തുവെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ പറഞ്ഞു. അമ്പലപ്പുഴയിൽ 34 കുടുംബങ്ങൾക്കുള്ള പട്ടയ വിതരണ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കഴിഞ്ഞ 8 വർഷം കൊണ്ട് 3,57,000 പട്ടയങ്ങൾ സംസ്ഥാനത്ത് വിതരണം ചെയ്തെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ അഭിപ്രായപ്പെട്ടു. ഈ സർക്കാരിന്റെ കാലാവധി പൂർത്തിയാകുമ്പോൾ സംസ്ഥാനത്ത് ആകെ പട്ടയം ലഭിച്ച കുടുംബങ്ങളുടെ എണ്ണം 5 ലക്ഷമായി മാറുമെന്നും മന്ത്രി പറഞ്ഞു. അമ്പലപ്പുഴ നിയോജക മണ്ഡലത്തിലെ 34 കുടുംബങ്ങൾക്കുള്ള പട്ടയ വിതരണ ചടങ്ങിന്റെ ഉദ്ഘാടനം പുന്നപ്ര പള്ളിവളിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. നമുക്കറിയാം, കേരളത്തിൽ കഴിഞ്ഞ 8 വർഷക്കാലത്തിനിടയിൽ 2 ഗവൺമെന്റുകൾ ഇതിനകം വിതരണം ചെയ്ത് പൂർത്തീകരിച്ചത് 3,57,000 പട്ടയങ്ങളാണ്. 3,57,000 പട്ടയങ്ങൾ എന്നാൽ 3,57,000 രേഖകളല്ല. കേരളത്തിൽ മാറി മാറി വന്ന 2 ഗവൺമെന്റുകൾ അധികാരമേൽക്കുന്നത് ചിത്രത്തിലും TV-യിലും ഒക്കെ കാണുമ്പോൾ ആര് മന്ത്രിയായതുകൊണ്ട് ഞങ്ങൾക്ക് എന്ത് കാര്യം തമ്പുരാനെ, ഈ കിടക്കണ മണ്ണിൽ ഒരു 6 അടി മണ്ണ് സ്വന്തമായി കിട്ടിയില്ലല്ലോ തമ്പുരാനെ എന്ന് പ്രാർത്ഥിച്ചിരുന്ന 1, 2, 5, 10, 10,000 3,57,000 കുടുംബങ്ങൾ വീടിൻ്റെ ഉടമകളായ സമാനതകളില്ലാത്തൊരു ചരിത്രമാണ് ഈ ഗവൺമെൻറ്റിന് രേഖപ്പെടുത്താനുള്ളത്. ഈ ഗവൺമെൻറ്റിൻ്റെ കാലാവധി 1 വർഷക്കാലത്തിനകത്ത് പൂർത്തീകരിക്കുന്നതിനിടയിൽ 2 ഗവൺമെൻറ്റുകൾ കേരളത്തിൽ കൊടുത്ത ആകെ പട്ടയങ്ങളുടെ എണ്ണം ഏറ്റവും ചുരുങ്ങിയത് 5 ലക്ഷമെങ്കിലുമായി വർദ്ധിപ്പിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള പ്രവർത്തനങ്ങൾക്കാണ് ഈ ഗവൺമെൻറ് നേതൃത്വം നൽകുന്നത്. കേരള ചരിത്രത്തിൽ ആദ്യമായി നിങ്ങൾക്ക് പട്ടയമുണ്ടോ എന്ന് അങ്ങോട്ട് ചോദിക്കുന്ന ഒരു പട്ടയ അസംബ്ലിക്ക് കേരളം സാക്ഷ്യം വഹിച്ചു. ഇത് 2ാമത്തെ എഡിഷനാണ്. നമ്മുടെ വെമ്പനാട് കായൽ അമ്പലപ്പുഴയിലെ പട്ടയമേളയിലൂടെ 34 കുടുംബങ്ങൾ ഭൂമിയുടെ യഥാർത്ഥ അവകാശികളായി മാറിയെന്നും ഇത് അഭിമാനകരമായ നിമിഷമാണെന്നും അദ്ദേഹം പറഞ്ഞു. നെൽപ്പാടങ്ങൾ അനധികൃതമായി മണ്ണിട്ട് നികത്തുന്നത് തടയാൻ സർക്കാർ ശക്തമായ നടപടികൾ സ്വീകരിക്കും. അനധികൃതമായി മണ്ണിട്ട് നികത്തിയ പാടങ്ങളും തണ്ണീർത്തടങ്ങളും കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം അനുസരിച്ച് പൂർവ്വസ്ഥിതിയിലാക്കുവാൻ ഉടമ വിസമ്മതിക്കുകയാണെങ്കിൽ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ അവ പൂർവ്വസ്ഥിതിയിലാക്കും. ഇതിന് ചെലവാകുന്ന തുക ഉടമയുടെ കയ്യിൽ നിന്നും RR നടപടി സ്വീകരിച്ച് തിരിച്ചുപിടിക്കുമെന്നും മന്ത്രി പറഞ്ഞു. H. സലാം MLA ചടങ്ങിൽ അധ്യക്ഷനായി. ജില്ലാ കളക്ടർ അലക്സ് വർഗീസ്, നഗരസഭാ അധ്യക്ഷ KK ജയമ്മ, ADM ആശാ C. എബ്രഹാം, സബ് കളക്ടർ സമീർ കിഷൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷീബ രാകേഷ്, പുന്നപ്ര തെക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PG സൈറസ്, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ M. ഷീജ, നഗരസഭാ അംഗങ്ങളായ എൽജിൻ റിച്ചാർഡ്, രമ്യ സുർജിത്ത്, പുന്നപ്ര തെക്ക് വാർഡ് അംഗം സീനത്ത് സുൽഫി, മറ്റ് ജനപ്രതിനിധികൾ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. പൊതുമേഖലാ സ്ഥാപനങ്ങൾ മത്സരക്ഷമമാക്കി ലാഭമുണ്ടാക്കുന്ന നയം വിജയത്തിലായതായി വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് അഭിപ്രായപ്പെട്ടു. KSDP 50ാം വാർഷികാഘോഷവും മെഡിമാർട്ടിന്റെയും ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പൂർണ്ണമായും വിൽക്കാൻ വെച്ചിരുന്ന പൊതുമേഖലാ സ്ഥാപനമായ KSDP ഇന്ന് ലാഭത്തിലാണെന്ന് വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് അഭിപ്രായപ്പെട്ടു. KSDP 50ാം വാർഷികാഘോഷവും മെഡിമാർട്ടിന്റെ ഉദ്ഘാടനവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. അത് വരുന്ന വഴിക്ക് തന്നെ നാടൻ മുറിക്കുകയും ശിലാഫലകം അനാച്ഛാദനം നടത്തുകയും ചെയ്തിട്ടുണ്ട്. അതും ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. 50 വർഷം എന്തെല്ലാം പ്രതിസന്ധികളെ നേരിട്ടാണ് മുന്നോട്ട് പോയതെന്നാണ്
സ്വാഗത പ്രാസംഗികനായ ചെയർമാൻ ഇവിടെ വിശദീകരിച്ചത്. കേരളത്തെ സംബന്ധിച്ച് നല്ല ദീർഘവീക്ഷണമുണ്ടായിരുന്ന ആദ്യത്തെ ധനകാര്യ വകുപ്പ് മന്ത്രിയും പിന്നീട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുമായ ശ്രീ സി അച്യുതമേനോൻ്റെ കാലഘട്ടത്തിലാണ് ശ്രീ ടി വി തോമസ് വ്യവസായ മന്ത്രി എന്ന നിലയിൽ വലിയ മാറ്റങ്ങൾക്ക് കേരളത്തിൽ തുടക്കം കുറിച്ച വ്യക്തിത്വം അദ്ദേഹം കൂടി നേതൃത്വം നൽകിയിട്ടാണ് KSTP എന്ന നമ്മുടെ ആരോഗ്യ മേഖലയുടെ ഒരു അടുക്കള എന്ന നിലയിൽ ഒരു സംവിധാനം KSTP എന്ന രൂപത്തിൽ ഇവിടെ പ്രവർത്തനം ആരംഭിച്ചത്. ഇനിയിപ്പോൾ അടുത്ത ഘട്ടത്തിലേക്കാണ്. അതാണ് ഇപ്പോൾ IV ഫ്ലൂയിഡിൻ്റെ സംവിധാനങ്ങളാകെ ഇമ്പോർട്ട് ചെയ്ത മെഷീനറി വെച്ച് ഇവിടെ ഉൽപ്പാദിപ്പിക്കുകയാണ്. വ്യവസായ വകുപ്പിന്റെ കീഴിൽ 54 പൊതുമേഖലാ സ്ഥാപനങ്ങളുണ്ട്. അതിൽ 24 ലാഭകരമായി പ്രവർത്തിക്കുന്നത് അഭിമാനകരമാണ്. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ വിറ്റുവരവ് ഈ വർഷം 5119 കോടി 18 ലക്ഷമാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. കലവൂർ KSDPയിൽ കൂടിയ യോഗത്തിൽ PP ചിത്തരഞ്ജൻ MLA അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി മുഖ്യാതിഥിയായി. ചടങ്ങിൽ വിവിധ ഉൽപ്പന്നങ്ങളുടെ വില രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് മന്ത്രി P രാജീവ് KSDP MD EA സുബ്രഹ്മണ്യന് കൈമാറി. ജില്ലാ കളക്ടർ അലക്സ് വർഗീസ്, KSDP ചെയർമാൻ CB ചന്ദ്രബാബു, വ്യവസായ വകുപ്പ് OSD ആനി ജൂല തോമസ്, ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ആർ റിയാസ്, മാരാരിക്കുളം തെക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP സംഗീത, BPT എക്സിക്യൂട്ടീവ് ചെയർമാൻ K അജിത് കുമാർ, മുൻ MP TJ ആഞ്ചലോസ്, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. പാരാലീഗൽ വോളണ്ടിയർമാർക്കുള്ള ഏകദിന പരിശീലന പരിപാടിയും ജില്ലാ നിയമസേവന അതോറിറ്റിയുടെ നിയമസേവന ക്ലിനിക്കിന്റെയും ഉദ്ഘാടനം പ്രിൻസിപ്പൽ ജില്ലാ ജഡ്ജും ജില്ലാ നിയമസേവന അതോറിറ്റി ചെയർമാനുമായ KK ബാലകൃഷ്ണൻ നിർവഹിച്ചു. അമ്പലപ്പുഴ ബ്ലോക്ക് പഞ്ചായത്തിൽ പുതുതായി ആരംഭിച്ച ജില്ലാ നിയമസേവന അതോറിറ്റിയുടെ സൗജന്യ നിയമസേവന ക്ലിനിക്കിന്റെയും ജില്ലയിലെ പാരാലീഗൽ വോളണ്ടിയർമാർക്കുള്ള ഏകദിന പരിശീലന പരിപാടിയും ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി ചെയർമാനും പ്രിൻസിപ്പൽ ജില്ലാ ജഡ്ജുമായ KK ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഈ നാട്ടിലെ ഒരാൾക്കും അർഹതപ്പെട്ട ഒരു അവകാശവും നിഷേധിക്കപ്പെട്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അത് പണത്തിന്റെ കുറവുകൊണ്ടായിക്കോട്ടെ, സ്ഥാനങ്ങളുടെ കുറവുകൊണ്ടായിക്കോട്ടെ, മറ്റെന്തെങ്കിലും പരാധീനതകളുണ്ട്. ഒരു വ്യക്തിയും പൗരന്മാർ ഈ നാട്ടിൽ ജീവിക്കുകയും ഈ നാട്ടിൽ വരികയും ഈ നാട്ടിൽ നിലനിൽക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയും ഒരു കുഴപ്പവും ഭരണഘടന പറഞ്ഞിരിക്കുന്ന അവകാശങ്ങളുമായി ബന്ധപ്പെട്ടുണ്ടാകരുത് എന്നുള്ളതാണ് നമ്മുടെ നീതിന്യായ സംവിധാനത്തിന്റെ ഭരണഘടനയുടെയും അടിസ്ഥാനം. അതിനുവേണ്ടി ഉണ്ടാക്കിയ ഒരു സംവിധാനമാണ് ലീഗൽ സർവീസ് അതോറിറ്റി. ആ സംവിധാനവും സാധാരണക്കാരെ തമ്മിൽ ലഭിക്കുന്ന പാലമാണ് പാരാലീഗൽ വോളണ്ടിയർമാർ. ഒരു മഹത്തായ ലക്ഷ്യത്തിന് വേണ്ടിയാണ് നിങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വളരെ വളരെ വലിയ മഹത്തായ കാര്യങ്ങൾ ഈ നാട്ടിന് വേണ്ടി ചെയ്യാനുണ്ട്. ആലപ്പുഴ ജില്ലക്ക് മൊത്തം പ്രതിനിധീകരിക്കുന്നവരാണ്. ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ കെൽസ മെമ്പർ സെക്രട്ടറി ഡോക്ടർ CS മോഹിത് അധ്യക്ഷനായി. ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി സെക്രട്ടറിയും സീനിയർ സിവിൽ ജഡ്ജുമായ പ്രമോദ് മുരളി ചടങ്ങിനെ സ്വാഗതം പറഞ്ഞു. ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് രഞ്ജിത്ത് കൃഷ്ണൻ, അമ്പലപ്പുഴ ഗ്രാമന്യായാധികാരി ലക്ഷ്മി രാമകൃഷ്ണൻ, അമ്പലപ്പുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷീബ രാകേഷ്, അഡ്വക്കേറ്റ് അസീം മുഹമ്മദ്, അഡ്വക്കേറ്റ് K ജയകുമാർ, PM ഷാജി എന്നിവർ സംസാരിച്ചു. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലെ 100-ലധികം പാരാലീഗൽ വോളണ്ടിയർമാർ ഏകദിന പരിശീലന പരിപാടിയിൽ സംബന്ധിച്ചു. ആലപ്പുഴ വനിതാ ശിശു ആശുപത്രി അങ്കണത്തിൽ നക്ഷത്രവന പദ്ധതിക്ക് തുടക്കമായി. റോട്ടറി ക്ലബ്ബ് ഓഫ് ആലപ്പുഴയുടെ നേതൃത്വത്തിൽ ക്ലാസിക് റീജൻസിയുടെ സഹകരണത്തോടെയാണ് നക്ഷത്രവന പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. ജില്ലാ അസിസ്റ്റന്റ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് സുമി ജോസഫ് പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ആലപ്പുഴ വനിതാ ശിശു ആശുപത്രി അങ്കണത്തിൽ നക്ഷത്രവന പദ്ധതിക്ക് തുടക്കമായി. റോട്ടറി ക്ലബ്ബ് ഓഫ് ആലപ്പുഴയുടെ നേതൃത്വത്തിൽ ക്ലാസിക് റീജൻസിയുടെ സഹകരണത്തോടെയാണ് നക്ഷത്രവനം പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. ജില്ലാ അസിസ്റ്റന്റ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് സുമി ജോസഫ് പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. റോട്ടറി ക്ലബ്ബ് ആണെങ്കിലും ഹ്യൂമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലാണെങ്കിലും ചെയ്തിരിക്കുന്നത്. ഇപ്പം നമ്മുടെ ആലപ്പുഴ ഫോറസ്റ്റ് കവർ ഇല്ല, എന്നിരുന്നാലും 10% നമ്മുടെ 14 അതാണ് സ്ക്വയർ കിലോമീറ്റർ ആലപ്പുഴയുടെ. എന്നാലും ദേശീയ ശരാശരി 33 സ്ക്വയർ കിലോമീറ്ററാണ്. നമ്മുടെ നാട്ടിൽ വനങ്ങളില്ലാത്തത് കൊണ്ട് നല്ല തെങ്ങും മാവും അതെല്ലാം ചേർന്നിട്ടാണ് ഈ ട്രീ കവർ ഉണ്ടായിരിക്കുന്നത്. അപ്പം അതിലേക്കുള്ള ഒരു ഉദ്യമമാണ് ഇതും. അപ്പം അതിന് എല്ലാവിധ ആശംസകളും നേരുന്നു. വളരെ സന്തോഷമുണ്ട്. റോട്ടറി ക്ലബ്ബ് ഓഫ് ആലപ്പി പ്രസിഡന്റ് ജോൺ കുര്യൻ ചടങ്ങിൽ അധ്യക്ഷനായി. വനിതാ ശിശു ആശുപത്രി അങ്കണത്തിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ KK ദീപ്തി സ്വാഗതം പറഞ്ഞു. ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ അംബാസഡേഴ്സും കുട്ടിക്കർഷകരുമായ കുമാരി ഫരീദ ഫിറോസ്, കുമാരി ഫാദിയ ഫിറോസ് എന്നിവർ മുഖ്യാതിഥികളായി. റോട്ടറി ക്ലബ്ബ് ഓഫ് ആലപ്പി സെക്രട്ടറി TS സുജിത്, റോട്ടറി ക്ലബ്ബ് അസിസ്റ്റന്റ് ഗവർണർ ആന്റണി മലയിൽ, ചെറിയാൻ കുളക്കാട്ടിൽ,
ഡി വിജയലക്ഷ്മി, ജിജോ സിറിയക്, ജോജി, ഡോക്ടർ സേതുരവി, ഡോക്ടർ മനീഷ് നായർ, നഴ്സിംഗ് സൂപ്രണ്ട് നിർമ്മല അഗസ്റ്റിൻ, സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ പ്രദീപ് എന്നിവർ സംസാരിച്ചു. ആശുപത്രി ഹെൽത്ത് ഇൻസ്പെക്ടർ എസ് ജയകൃഷ്ണൻ ചടങ്ങിന് നന്ദി പ്രകാശിപ്പിച്ചു. ആലപ്പുഴ ജനറൽ സ്ഥാനാർബുദ പരിശോധനയ്ക്ക് തുടക്കമായി. സ്ഥാനാർബുദം തിരിച്ചറിയാനുള്ള ഡിജിറ്റൽ മാമോഗ്രാമിന്റെ പ്രവർത്തനത്തിനും ആശുപത്രിയിൽ തുടക്കം കുറിച്ചു. അമ്പലപ്പുഴ MLA H. സലാം ഡിജിറ്റൽ മാമോഗ്രാമിന്റെ പ്രവർത്തന ഉദ്ഘാടനം നിർവഹിച്ചു. ആലപ്പുഴ ജനറൽ സ്ഥാനാർബുദ പരിശോധനയ്ക്ക് തുടക്കമായി. സ്ഥാനാർബുദത്തിനായുള്ള ഡിജിറ്റൽ മാമോഗ്രാം മെഷീൻ പ്രവർത്തനവും ആരംഭിച്ചു. സംസ്ഥാന സർക്കാർ കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി 117 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച OP ബ്ലോക്കിലാണ് പുതിയ മാമോഗ്രാം മെഷീൻ സ്ഥാപിച്ചത്. H. സലാം MLA മാമോഗ്രാമിന്റെ പ്രവർത്തന ഉദ്ഘാടനം നിർവഹിച്ചു. ഒരു സാധാരണ പോലെ പക്ഷേ ടെക്നോളജിയൊക്കെ മാറിയതിന്റെ ഭാഗമായും ചികിത്സ നന്നായി നേടുന്നതിന്റെ ഭാഗമായി നമ്മൾ കൃത്യമായി മാർക്ക് ചെയ്യപ്പെടുന്നുണ്ടായിരിക്കാം. നമ്മുടെ ഒരു സാധാരണ രോഗം പോലെ ക്യാൻസർ രോഗം പലപ്പോഴും കാണാൻ പറ്റും. അതിന് സ്ത്രീകളിൽ ഉണ്ടാകുന്ന ക്യാൻസർ യഥാസമയത്ത് ഇത്തരം പരിശോധനകൾ ആരോഗ്യവകുപ്പ് പറയുന്നതനുസരിച്ച് ചെയ്യാൻ കഴിഞ്ഞാൽ നിശ്ചയമായിട്ടും നമുക്കിത് കുറെ അധികം നമുക്ക് തടയാൻ പറ്റുന്നതാണ്. അതിന് ഡിപ്പാർട്ട്മെന്റിൽ പറയുന്നത് 40 വയസ്സ് കഴിഞ്ഞാൽ സ്ത്രീകൾ ഏറെക്കുറെ ആ പ്രായം കഴിഞ്ഞാൽ നിശ്ചയമായും ഒരു കൃത്യമായ സ്ക്രീനിങ്ങിന് വിധേയപ്പെട്ടാൽ ഏതെങ്കിലും തരത്തിൽ ക്യാൻസർ ഈ പറഞ്ഞ മാതിരി ഉണ്ടെങ്കിൽ ഒരു ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ കണ്ടെത്താൻ കഴിയും എന്നുള്ളതാണ്. പലപ്പോഴും അതിലേക്ക് നമ്മുടെ ആളുകൾ പോകുന്നില്ല എന്ന് കാണാം. ഇപ്പൊ ഗവൺമെന്റ് ഇതിൽ വലിയ ക്യാമ്പയിനായിട്ട് എടുത്ത് കുറെ സ്കീം ചെയ്തിട്ടുണ്ട്. അതിന് ആരോഗ്യ രംഗത്തുള്ള ജോലി ചെയ്യുന്നവർ പോലും പലപ്പോഴും ശ്രദ്ധിക്കാറില്ല. നമ്മുടെ അനുഭവം ഇപ്പോൾ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ ഗവൺമെന്റ് നടത്തിയ ഒരു ക്യാമ്പയിനിങ്ങിന്റെ ഭാഗമായിട്ട് ടെസ്റ്റ് നടത്തിയ ഒരാൾക്ക് അപ്പോ മെഡിക്കലി നല്ല ഒരു വിവരങ്ങളുള്ള ആളുകൾ തന്നെ ഇത് അശ്രദ്ധമായി കാണുന്നു. അതുകൊണ്ടാണ്. അപ്പൊ അത് നമുക്ക് എങ്ങനെയാണത് ഒരു പബ്ലിക്കിന്റെ ഒരു നല്ല ഒരു ബോധ്യത്തിലേക്ക് അവരുടെ മനസ്സ് കൊണ്ടുവരികയും എബോ 40 ആയിട്ടുള്ള ആളുകൾ സ്ത്രീകളെ നമുക്ക് മാമോഗ്രാം ചെയ്യിപ്പിക്കാൻ കഴിയുന്ന തരത്തിലേക്കുള്ള ഒരു നല്ല ഒരു ക്യാമ്പയിൻ നമുക്ക് നടത്തിയത് നല്ലതായിരിക്കും. അതിന് പലപ്പോഴും നമ്മൾ സ്ത്രീകളുടെ പലരും സംസാരിച്ച ആൾക്ക് ഭയമുണ്ട്. ചിലർക്ക് ഒന്നിത് കണ്ടാൽ ഭയം, ഇത് ചെയ്യുമ്പോൾ പിന്നെ വേദന ഉണ്ടാകുന്നുള്ള ഒരു ഭയം, ഇങ്ങനെയൊക്കെ സംസാര മധ്യ തോന്നിയ കാര്യമാണ് ഞാൻ പറയുന്നത്. അതിനെ ഡോക്ടേഴ്സ് വേണ്ട അതെല്ലാം പ്ലാൻ ചെയ്യുമ്പോൾ ആ വേദന ഉണ്ടാകുന്ന പീരീഡ്സിന്റെ ആ ടൈം ആഫ്റ്റർ ആ സമയം എടുത്താൽ അങ്ങനെ ഉണ്ടാവില്ല എന്ന് പറയുന്നു. സ്വാഭാവികമായിട്ട് അതെല്ലാം ഒരു ശാസ്ത്രീയമായി തന്നെ അതെല്ലാം പ്ലാൻ ചെയ്യാനും ഡേറ്റ് അങ്ങനെയെല്ലാം ഫിക്സ് ചെയ്ത് ആരോഗ്യാനൊക്കെ പറ്റുന്ന തരത്തിലേക്കുള്ളൊരു സിസ്റ്റം നമുക്ക് സ്വാഭാവികമായിട്ട് നല്ലപോലെ നല്ല സിസ്റ്റം നമുക്കുണ്ട്. സംസ്ഥാന സർക്കാർ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചാണ് മാമോഗ്രാം മെഷീൻ വാങ്ങിയത്. ആലപ്പുഴ നഗരസഭ 16 ലക്ഷം രൂപ ചെലവഴിച്ച് PR ഇമേജ് ലഭ്യമാക്കുന്നതിനുള്ള സംവിധാനവും ഇവിടെ ഒരുക്കി. സ്വകാര്യ ആശുപത്രികളിൽ 1900 രൂപ വരെയാണ് ഈടാക്കുന്നത്. എന്നാൽ സർക്കാർ ആശുപത്രിയിലെ APL BPL നിരക്കാകും ആലപ്പുഴ ജനറൽ ആശുപത്രിയിൽ ഈടാക്കുകയെന്ന് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ R. സന്ധ്യ പറഞ്ഞു. 15 മിനിറ്റിനുള്ളിൽ പരിശോധനയും വേഗത്തിൽ ഫലം ലഭ്യമാക്കാനും ഇതിലൂടെ സാധിക്കും. ആഴ്ചയിൽ എല്ലാ ദിവസവും പരിശോധനയുണ്ടാകും. ആശുപത്രി കോൺഫറൻസ് ഹാളിൽ ചേർന്ന സമ്മേളനത്തിൽ നഗരസഭാ അധ്യക്ഷ KK ജയമ്മ അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷ AS കവിത ലഹരി വിരുദ്ധ പ്രതിജ്ഞയും ഡെപ്യൂട്ടി DMO ഡോക്ടർ അനു വർഗീസ് ആരോഗ്യ സന്ദേശവും നൽകി. കൗൺസിലർ B. നസീർ, റേഡിയോ ഡയഗ്നോസിസ് കൺസൾട്ടന്റ് ഡോക്ടർ PC നവീൻ കുമാർ, RMO ഡോക്ടർ M. ആഷ, ഡെപ്യൂട്ടി സൂപ്രണ്ട് ഡോക്ടർ K. വേണുഗോപാൽ, നഴ്സിംഗ് സൂപ്രണ്ട് രജിത, HMC അംഗം MV അൽത്താഫ്, PRO ബെന്നി അലോഷ്യസ്, ജൂനിയർ പീഡിയാട്രിക് കൺസൾട്ടന്റ് ഡോക്ടർ M. പ്രവീൺ എന്നിവർ സംസാരിച്ചു. ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ R. സന്ധ്യ ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. ലോകാരോഗ്യ ദിനാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനവും ബോധവൽക്കരണ സെമിനാറും അമ്പലപ്പുഴ MLA H. സലാം ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി അധ്യക്ഷനായി. ലോകാരോഗ്യ ദിനാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനവും ബോധവൽക്കരണ സെമിനാറും H. സലാം MLA ഉദ്ഘാടനം ചെയ്തു. അതേ സമയത്തൂടെ പറഞ്ഞു, എല്ലാ ഏപ്രിലും പതിറ്റാണ്ടുകളായിട്ട് നമ്മൾ ആദരിച്ചു പോരുന്ന ഒന്നാണ്. അത് WHO നിർദ്ദേശാനുസരണം അങ്ങനെ ആദരിച്ചു പോകുന്ന ദിനാചരണത്തിന്റെ ഭാഗമായിട്ട് ഓരോ സന്ദർഭത്തിലും ലോകത്തെ ആരോഗ്യ രംഗവുമായി ബന്ധപ്പെട്ട്
അതത് സമയത്ത് ഫോക്കസ് ചെയ്യേണ്ട കാര്യങ്ങളെ മുൻനിർത്തിയിട്ടാണ് എപ്പോഴും ആ സ്ലോഗൻസ് വരുന്നത് അങ്ങനെയാണ്. അപ്പോൾ അത് വെച്ചുകൊണ്ട് തന്നെ നമുക്ക് നിശ്ചയമായും അതിനെ ഫോക്കസ് ചെയ്ത് നമുക്ക് നന്നായി മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ്. ഇവിടെ പറഞ്ഞതുപോലെ ആരോഗ്യകരമായ തുടക്കം, പ്രതീക്ഷാനിർഭരമായ ഭാവി എന്നുള്ളതാണ് ഈ വർഷത്തെ മുദ്രാവാക്യമാണ് WHO മുന്നോട്ട് ഈ ദിനത്തിന്റെ ഭാഗമായിട്ട് വെച്ചിട്ടുള്ളത്. ഇതിലൂടെ പറഞ്ഞ സ്പെഷ്യലായി പറഞ്ഞ പോലെ തന്നെ ഫോക്കസ് ചെയ്യുന്ന മാതൃശിശു മരണങ്ങളെ തടയുക പരമാവധി എന്നുള്ളതാണ്. അത് കേരളം പോലെയുള്ള സ്റ്റേറ്റിൽ ഇത്തരം കാര്യത്തിൽ പറയാൻ ബെറ്റർ ആയിട്ടുള്ള സ്റ്റേറ്റാണ്. അത് മാതൃശിശു മരണനിരക്കിൽ മാത്രമല്ല, ടോട്ടലായി നമ്മുടെ ഹെൽത്തുമായി ബന്ധപ്പെട്ട് ഏത് ഒരു ആംഗിൾ നമ്മൾ നോക്കിയാലും, ഏത് അളവുപോലെ വെച്ച് കേരളത്തിൻ്റെ ആരോഗ്യരംഗത്തെ നമ്മൾ പരിശോധിച്ചാലും നമുക്ക് ആ നേട്ടം കാണാൻ പറ്റും. അത് മറ്റ് ഇതര സ്റ്റേറ്റിനോടൊന്നുള്ളതല്ല, ലോകത്തിലെ പല രാജ്യങ്ങളോട് നമുക്ക് മത്സരിക്കാൻ പറ്റുന്ന പാകത്തിലോ അല്ലെങ്കിൽ ചില രാജ്യങ്ങളെക്കാൾ ഉയരത്തിലോ നമ്മളുടെ സ്റ്റേറ്റിൻ്റെ ഒരു നിലനിൽക്കുന്നത് കാണാം. അത് പല സന്ദർഭങ്ങളും നമുക്ക് ബോധ്യമാണ്. അത് നമ്മൾ തന്നെ അഡ്രസ്സ് ചെയ്ത് നമ്മൾ തന്നെ അതിജീവിച്ച പല രോഗാവസ്ഥകളുടെ പ്രശ്നങ്ങൾ, സമൂഹമാകെ പിടിക്കപ്പെട്ടു പോയ പല സന്ദർഭങ്ങളിലുമെല്ലാം അതിനെയൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു നിലയിൽ നമ്മുടെ കേരളം ഉയർന്നു വന്നതിൻ്റെ കാരണം നമ്മുടെ ഏറ്റവും ഫലപ്രദമായ ആ വെല്ലായ സിസ്റ്റത്തിന്റെ ഭാഗമാണ്. ശാസ്ത്രത്തെ വിശ്വാസം കൊണ്ട് മൂടരുതെന്നും പ്രസവം ഉൾപ്പെടെയുള്ള മനുഷ്യന്റെ ആരോഗ്യകാര്യങ്ങളിൽ ശാസ്ത്രത്തിന്റെ പ്രാധാന്യം വളരെ വലുതാണെന്നും MLA അഭിപ്രായപ്പെട്ടു. ശാസ്ത്രത്തിന് മുകളിൽ മനഃപൂർവ്വമായ ഇടപെടലുകൾ നടത്തുന്ന പ്രവണത ശരിയല്ലെന്നും മറ്റേത് രാജ്യത്തോടും മത്സരിക്കാൻ പറ്റുന്ന പാകത്തിലുള്ള ആരോഗ്യരംഗമാണ് കേരളത്തിലുള്ളതെന്നും MLA കൂട്ടിച്ചേർത്തു. പരിപാടിയോടനുബന്ധിച്ച് വീട്ടിലെ പ്രസവത്തിനെതിരെ തയ്യാറാക്കിയ ബോധവൽക്കരണ വീഡിയോയുടെ പ്രകാശനവും MLA നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് ഹാളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി അധ്യക്ഷയായി. ദമ്പതികൾക്ക് കുടുംബാസൂത്രണ ശിശുപരിചരണ സന്ദേശങ്ങൾ അടങ്ങുന്ന മംഗളപത്രം നൽകുന്ന പ്രിയം ക്യാമ്പയിന്റെ ഉദ്ഘാടനം ADM ആശാസി എബ്രഹാം നിർവഹിച്ചു. DMO ഡോക്ടർ ജമുന വർഗീസ് ആരോഗ്യ സന്ദേശം നൽകി. ആരോഗ്യകരമായ തുടക്കം, പ്രതീക്ഷാ നിർഭരമായ ഭാവിക്കുന്നതാണ് ഈ വർഷത്തെ പ്രമേയം. സംസ്ഥാനത്ത് വർദ്ധിച്ചു വരുന്ന വീട്ടുപ്രസവങ്ങളുടെ പശ്ചാത്തലത്തിൽ കുഞ്ഞോമനകൾ ജനിക്കേണ്ടത് ഏറ്റവും സുരക്ഷിതമായ കരങ്ങളിൽ, പ്രസവം സുരക്ഷിതമാക്കാൻ ആശുപത്രി തന്നെ തിരഞ്ഞെടുക്കാം എന്ന വിഷയത്തിനാണ് സംസ്ഥാന തലത്തിൽ ഊന്നൽ നൽകുന്നത്. ദിനാചരണത്തിന്റെ ഭാഗമായി വിവിധ വിഷയങ്ങളിൽ നടത്തിയ സെമിനാറിൽ ഡോക്ടർ SR ദിലീപ് കുമാർ, ഡോക്ടർ പാർവതി പ്രസാദ്, ഡോക്ടർ സ്വപ്ന ഭാസ്കർ, ഡോക്ടർ സംഗീത ജോസഫ്, ഡോക്ടർ കോശി C പണിക്കർ, ഡോക്ടർ CJ സൗമ്യ, VS ഷിംന എന്നിവർ ക്ലാസ് എടുത്തു. DYSP ബിജു P നായർ, ജില്ലാ എഡ്യൂക്കേഷൻ ആൻഡ് മീഡിയ ഓഫീസർ G രജനി, ജില്ലയിലെ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ, ആരോഗ്യ പ്രവർത്തകർ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. 8 വർഷം കൊണ്ട് 3 ലക്ഷത്തിലധികം പട്ടയങ്ങൾ സംസ്ഥാനത്ത് വിതരണം ചെയ്തുവെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി K രാജൻ. അമ്പലപ്പുഴയിൽ 34 കുടുംബങ്ങൾക്കുള്ള പട്ടയ വിതരണ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. പൊതുമേഖലാ സ്ഥാപനങ്ങൾ മത്സരക്ഷമമാക്കി ലാഭമുണ്ടാക്കുന്ന നയം വിജയത്തിലായതായി വ്യവസായ വകുപ്പ് മന്ത്രി P രാജീവ് അഭിപ്രായപ്പെട്ടു. KSDP 50ാം വാർഷികാഘോഷവും മെഡിമാർട്ടിന്റെയും ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പാരാലീഗൽ വോളണ്ടിയർമാർക്കുള്ള ഏകദിന പരിശീലന പരിപാടിയും ജില്ലാ നിയമസേവന അതോറിറ്റിയുടെ നിയമസേവന ക്ലിനിക്കിന്റെയും ഉദ്ഘാടനം പ്രിൻസിപ്പൽ ജില്ലാ ജഡ്ജും ജില്ലാ നിയമസേവന അതോറിറ്റി ചെയർമാനുമായ KK ബാലകൃഷ്ണൻ നിർവഹിച്ചു. ആലപ്പുഴ വനിതാ ശിശു ആശുപത്രി അങ്കണത്തിൽ നക്ഷത്രവാര പദ്ധതിക്ക് തുടക്കമായി. റോട്ടറി ക്ലബ്ബ് ഓഫ് ആലപ്പുഴയുടെ നേതൃത്വത്തിൽ ക്ലാസിക് റീജൻസിയുടെ സഹകരണത്തോടെയാണ് നക്ഷത്രവനം പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. ജില്ലാ അസിസ്റ്റന്റ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് സുമി ജോസഫ് പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ആലപ്പുഴ ജനറൽ ആശുപത്രിയിൽ സ്തനാർബുദ പരിശോധനയ്ക്ക് തുടക്കമായി. സ്തനാർബുദം തിരിച്ചറിയാനുള്ള ഡിജിറ്റൽ മാമോഗ്രാമിന്റെ പ്രവർത്തനത്തിനും ആശുപത്രിയിൽ തുടക്കം കുറിച്ചു. അമ്പലപ്പുഴ MLA H സലാം ഡിജിറ്റൽ മാമോഗ്രാമിന്റെ പ്രവർത്തനോദ്ഘാടനം നിർവഹിച്ചു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.